സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ധരണയാണ് സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നടപടികൾ മാത്രമേ മേലധികാരികൾ നടത്താവൂ എന്ന ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്ന അനീതിയെ ശക്തമായി തന്നെ SFI ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധ ധരണ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് എത്തിയത്. SFI സംസ്ഥാന നടന്ന ഈ ഒരു നീതികേടിനെതിരെ ഇനി SFIയുടെ അടുത്ത നടപടി എന്തായിരിക്കും? അതിശക്തമായ പ്രതിഷേധം. ഇപ്പോൾ VC നേരിട്ട് നിർദ്ദേശം കൊടുത്താണോ എന്നറിയില്ല. സർവകലാശാലയുടെ ചെയർമാനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമരം ചെയർമാനെ അറസ്റ്റ് ചെയ്താൽ അവസാനിക്കുമെന്നാണ് VC ഒരു പക്ഷേ കരുതുന്നത്. പക്ഷേ അങ്ങനെ കരുതിയാലൊന്നും ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ന്യായമായ ആവശ്യമുയർത്തുന്ന സമരമാണ്. ഇന്ന് രജിസ്ട്രാറോട് ഞങ്ങൾ സംസാരിച്ചു. പോലീസ് പറഞ്ഞു നിങ്ങൾ ചർച്ച നടത്തും. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി. ഇന്നലെ രാവിലെ ആരംഭിച്ച സമരമാണ്. ഇന്നലെ രാവിലെ വരെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ ഇന്ന് മാർച്ച് നടത്തിയപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ നേരെ അവിടെ വന്ന് ഞങ്ങൾ ചർച്ച നടത്തണം. ഞങ്ങൾക്ക് VCയെ കാണണം. VC സർവകലാശാലയിൽ വരുന്നില്ല. സർവകലാശാല വരെ VC കണ്ടാവിന് പണി എളിയുന്ന പണി എന്താണെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കണം. അപ്പോൾ സർവകലാശാല വരാത്ത VCയോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വരണം, ഞങ്ങൾ ചർച്ച നടന്നു. അപ്പോൾ രജിസ്ട്രാറുമായി ചർച്ച നടത്താം. ഞങ്ങൾ പോലീസിൽ പറഞ്ഞു രജിസ്ട്രാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എങ്കിലും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചർച്ച നടത്താം. രജിസ്ട്രാർ ഞങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശം, നിങ്ങൾ യൂണിവേഴ്സിറ്റി കലോത്സവം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ യൂണിയൻ്റെ പ്രവർത്തനം 28 വരെ കാലാവധിയുണ്ട്. ആ യൂണിയനെ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കേണ്ട നാടകോത്സവവും ഫിലിം ഫെസ്റ്റിവലും അതോടൊപ്പം തന്നെ കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല രാമനാരായണ. ഇതാണ് കേരള സർവകലാശാല രജിസ്ട്രാർ സ്വീകരിക്കുന്ന നടപടി. പിന്നെ അവരെന്തിനാ കസേരയിരിക്കുന്നത്? എല്ലാ മാസവും ശമ്പളം ഒപ്പിട്ട് വാങ്ങുന്നത് രജിസ്ട്രാർ എന്ന നിലയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. രജിസ്ട്രാറുടെ പണിയാണല്ലോ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നുള്ളത്. വൈസ് ചാൻസലർ സാന്നിധ്യത്തിൽ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടാൽ രജിസ്ട്രാറാണ്. ആ പണി പോലും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല VC എന്ന് പറയുന്ന കളിപ്പാവയെ രജിസ്ട്രാർ ഇരിക്കുകയാണ്. VC എന്ന പണി എന്താ? ഇതൊന്നും അനുവദിക്കില്ല. SFIയുടെയൊക്കെ ശത്രുത ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ അയാളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അയാളോടല്ല. അയാളുടെ വിചാരം SFI മോഹൻ കുന്നുമ്മനോട് ഫൈറ്റ്. ഞങ്ങൾ മോഹൻ കുന്നുമ്മനോട് ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് RSSൻ്റെ വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള RSSൻ്റെ വർഗീയ അജണ്ടയാണ് ഞങ്ങൾ പൊരുതി പരാജയപ്പെട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് മോഹൻ കുന്നുമ്മൽ വിചാരിക്കുന്നത് അയാളൊന്നുമില്ല. അയാളൊന്നുമല്ല. അയാൾ വെറും ചട്ടുക മാത്രമാണ്. ഈ RSS ഫലപ്രദമായി വിദ്യാഭ്യാസ മേഖല ഇടപെടാൻ വേണ്ടി ചില വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു സുന്ദരമായ കളിപ്പാവയാണ് മോഹൻ കുന്നുമ്മൽ. അയാളെ അങ്ങനെ ഞങ്ങൾ കാണുന്നുള്ളൂ. അയാളോടല്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന RSSനോടാണ്. ആ RSSനോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പേരിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥി രംഗത്തേക്ക് കയറാൻ തീരുമാനിച്ചാൽ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടുന്നവരെ പോരാട്ടം മുന്നോട്ട് പോകും. കലോത്സവം നടക്കണം, യൂണിയൻ പ്രവർത്തനം നടക്കണം, തെരഞ്ഞെടുപ്പ് നടത്താൻ നടക്കും. തെരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾക്കൊരു വർഷം തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കും. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ആര് ജയിക്കാൻ പോകുന്നത്? ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഒരു സീറ്റ് കേസ് ജയിച്ചിട്ടില്ല. എല്ലാ ജില്ലയിലും മുന്നേറ്റമല്ല. എല്ലാ ജില്ലയിലും SFIക്ക് മുന്നേറ്റമാണ്. എല്ലായിടത്തും ഭൂരിഭാഗം UISമാർ SFI ആണ് ജയിച്ചു. ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ജയിക്കും. ഞങ്ങളുടെ പ്രശ്നം അതല്ല. ഈ യൂണിയൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ ആ യൂണിയൻ അടുത്ത കലോത്സവം നടത്താൻ വിധിക്കപ്പെട്ടവരാകും. നാടകോത്സവം നടക്കാതെ പോകും, കോൺക്ലേവ് നടക്കാതെ പോകും. ഇതൊക്കെയാണ് പ്രശ്നം. അല്ല, ഇലക്ഷനെ ഭയപ്പെടേണ്ട കാര്യം SFIക്ക് ഇല്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഈ കലോത്സവം യൂണിവേഴ്സിറ്റി യൂണിയൻ പരിപാടികൾ ന്യായമായി നടത്താൻ വൈസ് ചാൻസലർ സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങൾ സമരം നടത്തിയിരിക്കും. അത് നടത്താനുള്ള ചരിത്രം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും കാണിച്ചു പേടിപ്പിക്കാൻ തയ്യാറാവരുത്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ജനാധിപത്യത്തെ കൊല്ലരുത്, ജനാധിപത്യത്തെ നിലനിർത്തണം. ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു മാണിഗോപുരങ്ങളും പ്രശ്നമല്ല. ഈ നാട്ടിൽ ബസ് കൺസെഷൻ നിഷേധിക്കുന്ന ഒരു സാധാരണക്കാരനായ ബസ് കണ്ടക്ടറെ ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്യുന്നത് തൊട്ട് ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രിവിലേജ് അനുഭവിക്കുന്ന, ഈ രാജ്യത്തെ ഏറ്റവും വലിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തിന്നുകൊടുക്കുന്ന ഗവർണറെ തെരുവിൽ ചോദ്യം ചെയ്ത സംഘടനയാണ് SFI എന്ന് മോഹൻ കുന്നുമ്മൽ ഓർത്താൽ നന്നാകും എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായി ഈ VCയുടെ വിഷയങ്ങൾ, ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ പരിഹരിക്കണം. ഈ കലോത്സവം നടക്കണം. യൂണിയൻ കാലാവധി പൂർത്തീകരിക്കുന്നവരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. TA നൽകണം. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നൽകി പൂർത്തീകരിക്കാൻ കഴിയുന്നതുവരെയും ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികതയുടെ പേരിൽ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി SFIയുടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സർവകലാശാല യൂണിയൻ. ആ സർവകലാശാല യൂണിയൻ അധികാരത്തിൽ വന്ന ദിവസം മുതൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഉയർത്തി ആ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച ഒരു യൂണിയനാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലുള്ളത്. ഈ സർവകലാശാല യൂണിയനെ സംബന്ധിച്ച് വൈസ് ചാൻസലർ നിലയിൽ
ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാതി സർവകലാശാല വൈസ് ചാൻസലർ ഉന്നയിച്ചിട്ടില്ലെന്നത് വളരെ പ്രത്യേകമായി നാം കാണുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരാതിയില്ലാത്തൊരു യൂണിയൻ, സർവകലാശാലയ്ക്ക് പരാതിയില്ലാത്തൊരു യൂണിയൻ, സർവകലാശാല പ്രവർത്തനങ്ങളെ വളരെ മാതൃകാപരമായി ഏറ്റെടുത്തൊരു യൂണിയൻ, ആ യൂണിയന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിപാടിയായ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കേണ്ട കലോത്സവം നടത്തണമെന്ന ന്യായമായ ആവശ്യം ആ കലാലയ യൂണിയൻ മുന്നോട്ട് വെക്കുമ്പോഴാണ് രാഷ്ട്രീയ വിരോധം കൊണ്ട് ഈ സർവകലാശാല വൈസ് ചാൻസലർ ഈ യൂണിയനെ കൊണ്ട് കലോത്സവം നടത്താൻ അനുവദിക്കില്ല എന്ന ഏറ്റവും ഹീനമായ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ആരോടാണ് ഈ BC-ക്ക് ശത്രുത? ആരോടുള്ള ശത്രുതയുടെ പേരിലാണ് വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്താൻ അനുവദിക്കില്ല എന്ന ഏറ്റവും നിഷ്ഠൂരമായ സ്റ്റാൻഡ് സർവകലാശാലയുടെ BC സ്വീകരിക്കുന്നത്? ഞങ്ങളോട് മോഹനൻ കുന്നുമലിന് ശത്രുതയുണ്ടാവും, ഞങ്ങൾക്കറിയാം. SFIക്കാരോട് കേരള സർവകലാശാലയിൽ ഓടി പൊളിച്ച് RSSകാരൻ ഇറക്കിയിരുത്തിയിരിക്കുന്ന മോഹനൻ കുന്നുമലിന് ശത്രുതയുണ്ട്, ഞങ്ങൾക്കറിയാം. കാരണം SFI എന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം RSSനോട് ജീവൻ കൊടുത്ത് പോരാടാൻ ഈ കേരളത്തിന്റെ തെരുവോര തടി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പൊ ഞങ്ങളോട് മോഹനൻ കുന്നുമൽ ശത്രുത ഉണ്ടാവും, RSSന് ശത്രുത ഉണ്ടാവും. SFIയോട് RSSനുള്ള മോഹനൻ കുന്നുമലുള്ള ശത്രുത തീർക്കേണ്ടത് ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥിയുടെ നെഞ്ചത്തല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടുള്ള ശത്രുത ഞങ്ങൾക്ക് നേരെയാണ് തീർക്കേണ്ടത്. മിസ്റ്റർ മോഹനൻ കുന്നുമൽ, നിങ്ങളെ ബാക്ക് ചെയ്യുന്ന കേരളത്തിലെയും രാജ്യത്തെയും വർഗീയവാദികളായ RSSകാരെ, SFIയോടുള്ള നിങ്ങളുടെ ശത്രുത നിങ്ങൾ തീർക്കേണ്ടത് ഞങ്ങൾക്ക് നേരെയാണ്. ഞങ്ങളുടെ 14 സഖാക്കളെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് കൊലപ്പെടുത്തിയിട്ടും ഞങ്ങളോടുള്ള കലി അവസാനിക്കുന്നില്ലെങ്കിൽ ഇനിയും ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേരെ നിങ്ങൾ വന്നോ ചങ്കുറപ്പോടെ കേരളത്തിലെ SFI RSSനെ നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ആ ശത്രുത നിങ്ങൾ തീർക്കേണ്ടത് ഈ കേരള സർവകലാശാലയിലെ ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മുകളിലല്ല എന്ന് വിനയത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ, ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ, അവന്റെ മക്കൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ മിസ്റ്റർ മോഹനൻ കുന്നുമൽ നിങ്ങൾ അതിമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ കേരള സർവകലാശാലയിലെ ഏറ്റവും സാധാരണപ്പെട്ടവന്റെ മക്കൾക്ക് നാടകോത്സവം നടത്തണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ മിസ്റ്റർ കുന്നുമൽ നിങ്ങൾ അതിമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ സർവകലാശാല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ഒരു കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർവകലാശാലയിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുമ്പോൾ അവരുടെ ആഗ്രഹത്തെ മിസ്റ്റർ കുന്നുമൽ നിങ്ങൾ അതിമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ സാധാരണക്കാരന്റെ ശബ്ദത്തെ, സാധാരണക്കാരന്റെ മോഹത്തെ, സാധാരണക്കാരന്റെ ആഗ്രഹങ്ങളെ, അവന്റെ അവകാശങ്ങളെ അതിമോഹം എന്ന് തോന്നും. കാരണം ഒരു പണിയും ചെയ്തില്ലെങ്കിലും എല്ലാ മാസവും മുടങ്ങാതെ കൈവിറക്കാതെ നിങ്ങൾക്ക് ശമ്പളം ഒപ്പിട്ട് വാങ്ങാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾ വാങ്ങുന്ന ഈ ശമ്പളം ഉണ്ടല്ലോ, ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ, ഒരു അഭിമാനബോധവുമില്ലാതെ, ഒരു പണിയും ചെയ്യാതെ, വിദ്യാർത്ഥികളെ കേൾക്കാതെ, വിദ്യാർത്ഥി ആവശ്യങ്ങൾ പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ഇടപെടാതെ, സ്വന്തം കസേരയിൽ ഇരിക്കുന്നതിന്റെ പണി ചെയ്യാതെ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്ന ആ ശമ്പളം കൊണ്ട് എത്ര മണിമാളിക നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടുയർത്തിയാലും ഒരു രാത്രി പോലും മിസ്റ്റർ മോഹനൻ കുന്നുമൽ നിങ്ങൾക്കതിനകത്ത് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ലെന്ന് മോഹനൻ കുന്നുമൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നു, ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ പറയുന്നു, നിങ്ങൾ ഈ കേരള സർവകലാശാലയെ നശിപ്പിക്കാൻ ചേക്കേറിയിരിക്കുന്ന ആളാണ്. എൻ്റെ നാട്ടിലെല്ലാം ഒരു നാടൻ പ്രയോഗമുണ്ട്, ഇരിക്കുന്നിടം മുടിക്കുന്നവന്മാരെന്ന്. യഥാർത്ഥത്തിൽ ആ നാടൻ പ്രയോഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ VC എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരിക്കുന്നിടം മുടിക്കുന്നവനാണ് മോഹനൻ കുന്നുമൽ, ഇരിക്കുന്നിടം മുടിക്കുന്നവനാണ് മോഹനൻ കുന്നുമൽ, ഇരിക്കുന്നിടം നശിപ്പിക്കുന്നവനാണ് മോഹനൻ കുന്നുമൽ. ഇപ്പോ സർവകലാശാലയുടെ VCയുടെ കസേരയിൽ ഇരുന്ന് ആ സർവകലാശാലയെ നശിപ്പിക്കുന്ന പണിയാണ്